ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. നിങ്ങളെല്ലാവരും അതിൻ്റെ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തന്നെയാണോ എനിക്ക് കിട്ടിയെന്നറിയാൻ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 24 days. ടൈം ഓഫ് എ തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 24 days. പിന്നെ പറയുന്നു ബി ഇൻ 9 days. ടൈം ഓഫ് ബി ഇൻ 9 days ആൻഡ് സി ഇൻ 12 days. ഇൻഡിവിജ്വൽ ടൈം ഓഫ് സി എത്രയായിരുന്നു? 12 days തന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഇൻഡിവിജ്വൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ടൈമുകളുടെ LCM ആയിരിക്കും എന്ത്? ടോട്ടൽ വർക്ക്. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ടൈം കൊണ്ട് 3 days. ആൾറെഡി 3ന്റെ മൾട്ടിപ്പിൾ ആണ് 9. അതുകൊണ്ട് ആ 3 മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്തൊക്കെ നമ്പർ തന്നിട്ടുണ്ടോ ആ നമ്പേഴ്സിന്റെ LCM എടുക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെ എടുക്കണ്ടേ? LCM ഓഫ് 24, 9 ആൻഡ് 12. 12ന്റെ മൾട്ടിപ്പിൾ ആണ് 24. അതുകൊണ്ട് 12 മൈൻഡ് ചെയ്യണ്ട. LCM ഓഫ് 24 ആൻഡ് 9. LCM ഓഫ് 24 ആൻഡ് 9 എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എന്ന് വെച്ചാൽ എത്രയാ? 72/24 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി എഫിഷ്യൻസി ഓഫ് ബി 72/9 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി എഫിഷ്യൻസി ഓഫ് സി 72/12 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പം ഈ 3 പേരുടെയും കിട്ടി. എത്ര കിട്ടി? എഫിഷ്യൻസി ഓഫ് എ കിട്ടി, എഫിഷ്യൻസി ബി കിട്ടി, എഫിഷ്യൻസി ഓഫ് സി കിട്ടി. എന്ന് വെച്ചാൽ ഇവർ ഇൻഡിവിജ്വലായിട്ട് ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്യുന്ന ജോലിയുടെ അളവ് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ബി ആൻഡ് സി സ്റ്റാർട്ട് ദ വർക്ക്. ബിയും സിയും കൂടിയാണ് ഈ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഒരു ദിവസം ബിയും സിയും കൂടി എത്ര ജോലി ചെയ്യും? ബിയും സിയും കൂടി ചെയ്യുന്ന വർക്ക്, അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ബി 8 വർക്ക് ചെയ്യും, സി 6 വർക്ക് ചെയ്യും. 8 + 6 എത്ര വർക്ക് ചെയ്യും? ഒരു 14 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യും. ആര്? ബിയും സിയും കൂടി ഒരു ദിവസം 14 വർക്ക് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ബിയും സിയും കൂടി ഒരു ദിവസം 14 വർക്ക് ചെയ്യുന്നു. പക്ഷേ അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 3 ദിവസം വർക്ക് ചെയ്തതിനു ശേഷം ആ ജോലിയിൽ നിന്ന് പോകുന്നു. 3 ദിവസം വർക്ക് ചെയ്തതിനു ശേഷം ആ ജോലിയിൽ നിന്ന് പോകുന്നു. അപ്പൊ അവർ ഒരു ദിവസം പോകുന്നതിലാണെങ്കിൽ 3 ദിവസം ബിയും സിയും കൂടി എത്ര വർക്ക് ചെയ്യും? വർക്ക് ഡൺ ബൈ ബി ആൻഡ് സി ഇൻ 3 days എത്രയായിരിക്കും? 14 × 3 എത്ര കിട്ടും? 14, 28, 48, 42 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അവർ രണ്ടുപേരും കൂടി 3 ദിവസം എത്ര വർക്ക് ചെയ്യും? 42 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ ബാക്കി എത്ര വർക്കിന് ബാക്കി വരുന്നു നോക്കാം. ഈ ബിയും സിയും കൂടി 3 ദിവസം വർക്ക് ചെയ്ത വർക്ക് എത്രയാ? 42 ആണ്. അത് ടോട്ടൽ വർക്കിൽ നിന്നും ആ 42 വർക്ക് മൈനസ് ചെയ്താൽ ഇനി എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. എത്ര വർക്കുണ്ട്? ഒരു 30 വർക്ക് കൂടി ഇനി ബാക്കി ചെയ്യാനുണ്ട്. റിമൈനിങ് വർക്ക് ബാലൻസ് എത്ര വർക്കുണ്ട്? ഒരു 30 വർക്കുണ്ട്. ഈ 30 വർക്ക് ചെയ്യാൻ ഇനി ആരാ വരുന്നതെന്ന് പറയുന്നത്? എ മാത്രമേ ഉള്ളെങ്കിൽ എക്ക് എത്ര ദിവസം എടുക്കുന്നല്ലേ ചോദ്യം. ദ റിമൈനിങ് വർക്ക് വാസ് ഡൺ ഇൻ എ. അപ്പം ബാക്കിയുള്ള വർക്ക് ഈ 30 വർക്ക് ചെയ്യാൻ വേണ്ടി എക്ക് എത്ര സമയം എടുക്കും? ബാക്കി എത്ര വർക്കുണ്ട്? 30 വർക്കുണ്ട്. എയുടെ എഫിഷ്യൻസി എത്രയാ? 3 ആണ്. എങ്കിൽ എക്ക് എത്ര ദിവസം വേണ്ടി വരും ആ ജോലി ചെയ്യാൻ? 10 days വേണ്ടി വരും ആ ജോലി ചെയ്യാൻ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്തായിരുന്നു? അപ്പോ എത്രയാണോ ബാക്കി വരുന്ന വർക്ക് അത് ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണ്ടി വരും? എക്ക് ഒരു ദിവസം 3 ആണെങ്കിൽ റിമൈനിങ് വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ ചെയ്താൽ എന്ത് കിട്ടും? ടൈം ഓഫ് എ കിട്ടും. അപ്പൊ എ ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാൻ എക്ക് എത്ര സമയം വേണ്ടി വരും? 10 days വേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ 10 days തന്നെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നമുക്ക് 1 by മെത്തേഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോട്ടൽ വർക്ക് 1 ആക്കിയിട്ടുള്ള 1 by മെത്തേഡിലും ചെയ്യാം. 1 by മെത്തേഡിൽ ചെയ്താലും ഈ സെയിം ആൻസർ തന്നെ കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ വേഗം ഒന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായവർക്ക് നേരത്തെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ കിട്ടും. കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ കിട്ടുന്നതിന്റെ മെത്തേഡാണ് 1 by മെത്തേഡ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ വർക്കെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഈ പറയുന്ന ടോട്ടൽ വർക്ക് 1 ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നു. അതായത് എ 24 days കൊണ്ട് വർക്ക് തീർത്തു എന്ന് ക്വസ്റ്റിന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എ 24 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് തീർക്കുന്നതെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയായിരിക്കും? 1/24 ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യം, എങ്കിലും ഒന്നും കൂടി എന്ന് പറയുന്നതേ ഉള്ളൂ. എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/9 ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് സി എത്രയായിരിക്കും? 1/12 ആയിരിക്കും. അപ്പൊ ഇവരുടെ 3 പേരുടെയും എഫിഷ്യൻസി കിട്ടി. എഫിഷ്യൻസി മീൻസ് ഓരോ ദിവസത്തെ വർക്ക് കിട്ടി. ഇനി നമുക്കിത് വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/24 ആയിരുന്നു. ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/9 ആയിരുന്നു. സിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/12 ആയിരുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നു ബിയും സിയും കൂടി 3 ദിവസം വർക്ക് ചെയ്തു. അപ്പം ബിയും സിയും എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്? ഇവിടെ 3 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള ഡേയ്സ്, ബാക്കി എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ടോ അത് ആര് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്? ഈ എ മാത്രം. അത് നമുക്ക് അറിയത്തില്ല എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ ബാക്കിയോ എത്രയാണോ ദിവസം അത്രയും ദിവസം നമ്മൾ മുകളിലല്ലേ ടൈം എഴുതുന്നത്. അപ്പം മുകളിൽ ടൈം എഴുതി.
എയും ബിയും 3 ദിവസം വീതം, അല്ല ബിയും സിയും 3 ദിവസം വീതം, എ മാത്രം ബാക്കിയുള്ള എത്രയോ ഡേയ്സ്. അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ആ വർക്ക് തീർന്നു എങ്കിൽ എക്ക് എത്ര ദിവസം വർക്ക് ചെയ്യണം എന്നല്ലേ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്തൂടെ. അപ്പൊ നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. എത്രയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നു, ഇവിടെ നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്തെടുക്കാം. ഈ 9/3/9 എത്ര കിട്ടും? 1/3 കിട്ടും. ഈ 3/12 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1/4 കിട്ടും. 1/3 + 1/4 എത്ര കിട്ടും? 4 + 3 7/12 എന്ന് കിട്ടും. അതായത് x/24 + 7/12 ആണ് എന്ത്? 1. ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കിട്ടും. നേരത്തെ അത്ര സ്റ്റെപ്പൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മെത്തേഡ്. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? എക്സിന്റെ വാല്യൂ എത്രയാ? 1 - 7/12 12/7 എത്ര കിട്ടും? 5/12 × 24. കാരണം ഇവിടെ നമുക്ക് എന്ത് എഴുതാം? x/24 ആണ് ഇവിടെ വരുന്നത്. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ x/24 എന്ന് വെച്ചാൽ ഈ 7/12 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 1 - 7/12, അതായത് 12/12 - 7/12 സോൾവ് എത്ര കിട്ടും? 5/12 എന്ന് കിട്ടും. എന്നിട്ട് ഈ 24 മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഈ 12ഉം ഈ 24ഉം ക്യാൻസൽ ആയി 2 കിട്ടുന്നു. 5 × 2 എത്ര കിട്ടുന്നു? 10 എന്ന് കിട്ടുന്നു. എക്സ് മീൻസ് എ ആ ജോലി ചെയ്ത ടൈമാണ് പറയുന്നത്. അപ്പൊ എ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? 10 ഡേയ്സ് എടുത്താൽ ആ ബാക്കി വർക്ക് തീർക്കും. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ 1/by മെത്തേഡിലും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഈ ഒരു മെത്തേഡ്, ഈ 1/by മെത്തേഡിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കാം. ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഈ 2 മെത്തേഡിലും പഠിപ്പിക്കാം. നിങ്ങൾക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നുന്നത് നിങ്ങൾ ആ മെത്തേഡ് എടുത്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, A and B can together finish a work in 30 days. They work together for 20 days and then B left. After another 20 days, A finished the remaining work. In how many days A alone can finish the work? Okay. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എയും ബിയും കൂടി ഒരുമിച്ചാണെങ്കിൽ ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. പക്ഷെ അവർ എത്ര ദിവസം വർക്ക് ചെയ്തുള്ളൂ? എയും ബിയും കൂടി 20 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം ബി ലെഫ്റ്റ് ചെയ്തു. എയും ബിയും കൂടി 30 ദിവസം വർക്ക് ചെയ്താൽ വർക്ക് തീരുമായിരുന്നു. പക്ഷേ എയും ബിയും കൂടി 20 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. ഇനി എയ്ക്കും ബിക്കും കൂടി എത്ര ദിവസത്തേക്കുള്ള വർക്കുണ്ട്? എയ്ക്കും ബിക്കും കൂടി അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. എയ്ക്കും ബിക്കും കൂടി എത്ര ദിവസത്തേക്കുള്ള വർക്കുണ്ട്? ഒരു 10 ദിവസത്തേക്കുള്ള വർക്കുണ്ട്. എയ്ക്കും ബിക്കും കൂടി ഒരു 10 ദിവസത്തേക്കുള്ള വർക്കുണ്ട്. ഈ എയ്ക്കും ബിക്കും കൂടി 10 ദിവസത്തേക്കുള്ള വർക്കാണ് ആര് തീർക്കുന്നത്? 20 ഡേയ്സ് കൊണ്ട് ആര് തീർക്കുന്നത്? എ തീർക്കുന്നത്. ഈ ഒരു ജോലി എ ഒറ്റയ്ക്ക് എന്ത് തീർക്കുന്നുണ്ട്? 20 ദിവസം എടുത്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ എയും ബിയും കൂടി 10 ദിവസം ചെയ്യുന്ന ജോലിയാണ് എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് തീർക്കുന്നത്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എയും ബിയും കൂടി ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. അവർ രണ്ടുപേരോട് വർക്ക് ചെയ്യാൻ തുടങ്ങി. 20 ദിവസം കഴിഞ്ഞപ്പോൾ ബി പോയി. അപ്പം എയും ബിയും കൂടി 20 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ദിവസം വർക്ക് ബാക്കിയുണ്ട്? എയ്ക്കും ബിക്കും കൂടി 10 ദിവസത്തെ വർക്കുണ്ട്. അപ്പം വർക്ക് ബാക്കി എത്ര? എയും ബിയും കൂടി 10 ദിവസം. എയും ബിയും കൂടി 10 ദിവസം ചെയ്യുന്ന ജോലിയാണ് എ മാത്രം എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? 20 ദിവസം കൊണ്ട് തീർക്കുന്നത്. നമ്മുടെ M1D1 ഇക്വേഷൻ വെച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്രയായിരുന്നു? 10A + 10B ആണെന്ത്? 20A എന്ന് പറയുന്നത്. എങ്കിൽ 10B എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10A തന്നെയായിരിക്കും. 10B എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10A തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ബി ചെയ്യുന്ന വർക്ക് എത്രയാണോ അത് തന്നെയായിരിക്കും എ ചെയ്യുന്ന വർക്ക്. എയും ബിയും ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? സെയിം ആയിരിക്കും. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ഹൗ മെനി ഡേയ്സ് എ എലോൺ ഫിനിഷ് ദ വർക്ക്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പറയുന്നൊരു വർക്ക് എ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എയും ബിയും കൂടി ചേർന്ന് 30 ദിവസം കൊണ്ടാണ് ആ വർക്ക് തീർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലായി എയുടെയും ബിയുടെയും എഫിഷ്യൻസി എന്താണ്? സെയിം ആണ് എന്നുള്ള കാര്യം. ഇത് പല മെത്തേഡ് ചെയ്യാം, ഞാൻ ഒരു മെത്തേഡ് അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും എഫിഷ്യൻസി സെയിം ആണ് എന്ന് വെച്ചാൽ 2A എന്ന് നമുക്ക് എടുത്തോളൂ. എ 2 പേർ അല്ലെങ്കിൽ എ 2 ടൈംസ് 2A 30 ദിവസം കൊണ്ടൊരു വർക്ക് തീർക്കുമെന്ന് നമുക്ക് മനസ്സിലായി. 2A ആണെങ്കിൽ 30 ദിവസം വർക്ക് തീർക്കും. എങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം വർക്ക് തീർക്കും? 60 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഇൻ ഹൗ മെനി ഡേയ്സ് എ അലോൺ കാൻ വർക്ക് ഫിനിഷ് ദ വർക്ക്. എ ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം വർക്ക് തീർക്കും? 60 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് വേറെ സാധാ രീതിയിൽ നമുക്ക് ചെയ്യാം, നമ്മുടെ എഫിഷ്യൻസി മെത്തേഡിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്താൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സാധാ മെത്തേഡിലും ചെയ്യാം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 9 days ആൻഡ് ബി ഇൻ 18 days. They began work together, but A goes away 3 days before the work is finished. Then the
വർക്ക് ലാസ്റ്റ് ഫോർ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? നമ്മൾ എപ്പോഴും പറയുന്നത് എ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പോയി, ബി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ എയും ബിയും കൂടി വർക്ക് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം തുടങ്ങിക്കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടാണ് എ പോയത്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ബി പോയത്. അപ്പോൾ നമുക്ക് 10 ദിവസം വർക്ക് എടുത്തിട്ട് ബാക്കി ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ എ പോകുന്നത് എപ്പോഴാ? എന്നാണോ ജോലി തീരുന്നത് അതിനേക്കാൾ 3 ദിവസം മുമ്പെന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും, വർക്ക് എന്ന് തീരുന്നതെന്ന് നമുക്കറിയില്ല, പിന്നെ അതിനേക്കാൾ ഒരു 3 ദിവസം മുമ്പ് എങ്ങനെ എ പോവും? അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 9 days. ടൈം ഓഫ് എ നമുക്കറിയാം 9 days ആണെന്ന്. ടൈം ഓഫ് ബി നമുക്കറിയാം 18 days ആണെന്ന്. വേറെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് നമുക്കറിയാം 9 18 ആണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 18 തന്നെയായിരിക്കും. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ 2 ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് ബി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി പറയുന്നു എ ഗോസ് എവേ 3 days ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ നമ്മളിതിൽ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ഇതായിരുന്നു ആ ജോലി എന്നിരിക്കട്ടെ. എത്രയായിരുന്നു ആ ജോലി? ഈ മൊത്തം ജോലി എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് 18 അല്ലേ? ഈ മൊത്തം വർക്ക് 18 വർക്കാണ് ഈ സാധനം. അതായത് മൊത്തം ഇത് എത്ര വർക്കുണ്ട്? 18 വർക്കുണ്ട്. ഇത് എ ഒറ്റയ്ക്കാണെങ്കിൽ 9 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു, ബി ഒറ്റയ്ക്കാണെങ്കിൽ 18 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും കൂടിയാണ് ഈ ജോലി ചെയ്യാൻ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ജോലി ചെയ്തു, എയും ബിയും കൂടി ജോലി ചെയ്തു. അതിനുശേഷം തീരുന്നതിന് 3 ദിവസം മുമ്പ് ആര് പോയി? എ പോയി. എങ്കിൽ ലാസ്റ്റ് 3 days, അവസാനത്തെ 3 days ആര് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ബി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ അവസാനത്തെ ഈ ഒരു വർക്ക്, ഇത് എത്ര വർക്ക് നമുക്കറിയില്ല, പക്ഷെ ആ വർക്ക് തീർക്കുന്നത് എത്ര ദിവസം കൊണ്ടായിരിക്കും? 3 days കൊണ്ടായിരിക്കും. ആ 3 days വർക്ക് ആരായിരിക്കും തീർക്കുന്നത്? ബി ആയിരിക്കും തീർക്കുന്നത്. എങ്കിൽ ഈ വർക്ക് എത്രയായിരിക്കും ബി ഒറ്റയ്ക്ക് തീർത്തത്? അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? എഫിഷ്യൻസി ഓഫ് ബി നമുക്കറിയാം. ബി ഒരു ദിവസം എത്ര വർക്ക് തീർക്കും? ബി ഒരു ദിവസം ഒരു വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ 3 ദിവസം കൊണ്ട്, അവസാനത്തെ 3 ദിവസം കൊണ്ട് ബി എത്ര ദിവസം വർക്ക്? ലാസ്റ്റ് 3 days കൊണ്ട് ബി എത്ര വർക്ക് തീർക്കും? ഒരു ദിവസം ഒരു വർക്ക് വെച്ച് 3 ദിവസം 3 വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. അതായത് ഈ അവസാനം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 3 വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ എയും ബിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു വർക്ക് എത്രയായിരിക്കും? ഈ മൊത്തം 18 നിന്ന് 3 മാറ്റിയാൽ ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? ഇവിടെ 15 വർക്ക് ഉണ്ടാവും. ഈ 15 വർക്കാണ് എയും ബിയും കൂടി എത്രയോ ദിവസം എടുത്ത് ചെയ്തത്. എങ്കിൽ എയും ബിയും കൂടി ഈ 15 വർക്ക് ചെയ്യാനെടുത്ത സമയം നമുക്ക് കണ്ടുപിടിക്കാം. ഞാനതങ്ങ് വായിച്ചേക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. അതായത് ഇനി റിമൈനിങ് വർക്ക് എത്രയായിരുന്നു? 15 വർക്കായിരുന്നു. നമുക്ക് വേണ്ടത് ടൈം ഓഫ് എ പ്ലസ് ബി ആണ്. ടൈം ഓഫ് എ പ്ലസ് ബി ആണ്. നമുക്കറിയാം റിമൈനിങ് വർക്ക് എത്രയുണ്ട്? 15 വർക്കുണ്ട്. എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ സം, എഫിഷ്യൻസി ഓഫ് എ 2 ആയിരുന്നു, എഫിഷ്യൻസി ഓഫ് ബി 1 ആയിരുന്നു. എങ്കിൽ അവരുടെ സം ഓഫ് എഫിഷ്യൻസി എത്രയാ? 3 ആയിരുന്നു. റിമൈനിങ് വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി, എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എത്ര ടൈം കൊണ്ട് അവർ ആ വർക്ക് തീർത്തുനിന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 5 days എന്ന് കിട്ടും. അപ്പൊ ബിയും എയും കൂടി 5 days വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ആണ് ആര് പോയത്? എ പോയത്. ആ ബാക്കിയുള്ള 3 ദിവസമാണ് ആര് ചെയ്തത്? ബി ഒറ്റയ്ക്ക് ചെയ്തത്. ദ വർക്ക് ലാസ്റ്റ് ഫോർ എന്ന് ചോദിച്ചാൽ ടോട്ടൽ ടൈമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു? എയും ബിയും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം എ പോയി. എന്നിട്ട് ലാസ്റ്റ് 3 ദിവസം ആര് വർക്ക് ചെയ്തു? ബി വർക്ക് ചെയ്തു. അങ്ങനെ ടോട്ടൽ എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നു? 8 ദിവസം വേണ്ടി വന്നു ഈ ജോലി തീർക്കാൻ. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിന്റെ ആൻസർ എത്രയാ? 8 days. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതേപോലെ എയും ബിയും കൂടി ജോലി ചെയ്യാൻ വരുന്നു. എയും ബിയും കൂടി എന്ത് ചെയ്തു? ഒരു 5 ദിവസം വർക്ക് ചെയ്തു, 5 day വർക്ക് ചെയ്തു. അപ്പൊ എ 5 day വർക്ക് ചെയ്ത് എത്ര വർക്ക് തീർക്കും? എ 5 day വർക്ക് ചെയ്താൽ 5 into 2 10 വർക്ക് തീരും. പിന്നെ ബി ആണെങ്കിലോ ഒരു ദിവസം ഒരു വർക്ക് വെച്ച് ബി 5 day വർക്ക് ചെയ്ത് എത്ര തീർക്കും? 5 വർക്ക് തീരും. അങ്ങനെ മൊത്തം 15 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു 5 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു? എ ആ ജോലിയിൽ നിന്ന് വിട്ടുപോയി. ഇനി ബാക്കി എത്ര വർക്ക് കൂടെ തീർക്കാനുണ്ട്? 3 വർക്കും കൂടെ തീർക്കാനുണ്ട്. കാരണം എന്താ? ടോട്ടൽ വർക്ക് 18 ആണ്. ഈ 3 വർക്ക് ചെയ്യാൻ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. അപ്പം എപ്പോഴാണ് തീരുന്നത്? അതിനേക്കാൾ 3 ദിവസം മുമ്പാണ് എ പോയത്. അപ്പൊ ആ ലാസ്റ്റ് 3 days ആര് വർക്ക് ചെയ്യണം? ബി വർക്ക് ചെയ്യണം. ബി ഒരു ദിവസം ഒരു വർക്ക് വെച്ച് 3 ദിവസം 3 വർക്ക് തീർത്തു. അങ്ങനെ എന്ത് ചെയ്തു? ആ 18 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 5 + 3 days ടോട്ടൽ ടൈം എത്രയാ? 8 days കൊണ്ട് തീർത്തു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഫിഗറൊക്കെ വരച്ച് പറഞ്ഞു തരുന്നത്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായി ലാസ്റ്റ് 3 days എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. അപ്പം ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എത്രയാ? ലാസ്റ്റ് ഒരു 8 days കൊണ്ടാണ് എയും ബിയും കൂടി മൊത്തത്തിൽ ഈ ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്ത ദിവസം കാണാം. ശരി.